താമരശ്ശേരിയിൽ MDMA വിഴുങ്ങിയ ഷാനിദിന്റെ മരണത്തിൽ അന്വേഷണം തുടരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. ഇയാൾക്ക് ലഹരി സംഘവുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കും. സജീവ് സി വാര്യർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സജീവ്, ഒരുപാട് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു ഈ ഷാനിദിന്റെ മരണം. പോലീസിനെ കണ്ട് പേടിച്ച് ലഹരി പാക്കറ്റ് അപ്പാടെ വിഴുങ്ങുക. നമുക്കറിയാം MDMA ഒക്കെ ഒരു പരിധി കഴിഞ്ഞ് ശരീരത്തിൽ ചെന്നാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത്. അത് ഷാനിദിനും സംഭവിച്ചു. ഇനി എന്തൊക്കെ തലത്തിലേക്കാണ് ഇതിന്റെ അന്വേഷണം പോകുന്നത് സജീവ്? രഞ്ജിത്ത്, ഷാനിദിനെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അയാളുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. അതിനുശേഷമേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതനുസരിച്ച് മാത്രമേ മരണം സംബന്ധിച്ച വിശദ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. എന്നാൽ നാട്ടുകാർ പറയുന്നത് ഇയാൾ ഗൾഫിൽ ജോലിക്ക് പോയിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് തിരികെ എത്തിയ ശേഷം ഈ ലഹരി ബിസിനസ്സിൽ പങ്കാളിയായിട്ടുണ്ട്. അതായത് വിൽപ്പനയെല്ലാം നടക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വീട്ടിൽ അമ്മുമ്മയുടെ കൂടെയാണ്, അതായത് ഉമ്മയുടെ കൂടെയാണ് ഇയാൾ താമസിക്കുന്നത്. പക്ഷെ അവിടെ വളരെ ലേറ്റായി വൈകി വീട്ടിലെത്തുന്ന ഒരു സ്വഭാവക്കാരനാണ്. അപ്പോൾ അങ്ങനെ എത്തുമ്പോൾ വഴക്ക് പറഞ്ഞാലും തിരികെയൊന്നും പ്രതികരിക്കുന്ന ആളല്ല. അധികം മിണ്ടാട്ടമില്ലാതെ കഴിഞ്ഞു പോകുന്ന ഒരാളാണ് എന്നെല്ലാമുള്ള വിവരങ്ങളാണ് നാട്ടുകാരിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇയാൾക്ക് ലഹരി വിൽപ്പനയുണ്ട് എന്ന് നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. 2 തവണ ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിന് ശേഷമാണ് 3ാം തവണയാണ് ഇപ്പോൾ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയ സമയത്ത് ഇയാൾ കയ്യിലുണ്ടായിരുന്ന MDMA പാക്കറ്റുകൾ 2 സിപ്പ് പാക്കറ്റുകളായിരുന്നു. അപ്പോൾ അത് മുകളിൽ ഒട്ടിച്ചു വെക്കുന്ന തരത്തിലുള്ള പാക്കറ്റുകളായിരുന്നു. ഇതാണ് വിഴുങ്ങിയത്. 130 ഗ്രാം MDMA ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ചോദ്യം ചെയ്യലിലാണ് ഇയാൾ ലഹരി പാക്കറ്റുകൾ വിഴുങ്ങിയെന്ന് സമ്മതിച്ചത്. ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് ഇത് ഗുരുതരമായ സാഹചര്യമാണ്, മെഡിക്കൽ കോളേജിൽ മാറ്റണമെന്ന് ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ ശസ്ത്രക്രിയ നടത്തി ഈ എൻഡോസ്കോപ്പിയിൽ 2 പൊതികൾ കണ്ടെത്തുകയും വെളുത്ത തരികളുള്ള 2 പൊതികൾ കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത് പുറത്തെടുക്കാനുള്ള ശ്രമം തുടങ്ങുന്നതിനിടെയാണ് ഇയാൾ മരിച്ചു പോകുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. 28 വയസ്സുള്ള ആളായിരുന്നു ഷാനിദ്. ഷാനിദിന്റെ മരണം ഒരുപാട് യുവാക്കളുടെ കാര്യത്തിൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഒട്ടേറെ പേർക്ക് ഈ ലഹരി കണ്ണികളിൽ ബന്ധമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. രഞ്ജിത്ത്, ഇയാൾക്ക് മറ്റെന്തെങ്കിലും ബന്ധങ്ങളുണ്ട്? ലഹരി മാഫിയയുമായി മറ്റുള്ള ബന്ധമൊക്കെ പരിശോധിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ ചില സംശയങ്ങളുണ്ടോ? നാട്ടുകാരുമായി ഒന്നും വലിയ അടുപ്പമില്ലായിരുന്ന ആളായിരുന്നു, ലഹരി ഉപയോഗിക്കുമെന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ചില വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ തലങ്ങളും അന്വേഷിക്കണമല്ലോ സജീവ്? സ്വാഭാവികമായും എല്ലാ ഭാഗങ്ങളും അന്വേഷിക്കും. നാട്ടുകാരിൽ നിന്ന് ഇതുമായി ഇയാളുടെ സമീപത്തുള്ള ആളുകളിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. കൂടാതെ ഇയാളുടെ ഫോണിൽ നിന്നുള്ള വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട്. അത് പരിശോധിക്കുന്നുണ്ടാകും. ഒപ്പം വീട്ടുകാരെയും ചോദ്യം ചെയ്യും. എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നതനുസരിച്ച് അത്തരം ഈ മരണം സംബന്ധിച്ച കേസും ആ രീതിയിൽ പോകും. അതേസമയം ഇയാളുമായി ബന്ധമുണ്ടായിരുന്ന ലഹരിക്കണ്ണികളെ കണ്ടെത്തുകയും അവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ലക്ഷ്യം. അതിനായുള്ള പ്രവർത്തനങ്ങളിലാണ് പോലീസ്. തീർച്ചയായും ഷാനിദിന്റെ മരണം കേരളത്തെ ചെറുതായിട്ടൊന്നുമല്ല ഞെട്ടിച്ചത്. MDMA വിഴുങ്ങി ഒരു യുവാവ് 27 വയസ്സുകാരൻ മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ മയക്കുമരുന്ന്, MDMA, രാസലഹരിയുടെ സാന്നിധ്യം ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ യുവത്വത്തെ ബാധിച്ചിരിക്കുന്നത് എന്നതുകൂടി ചേർത്ത് വെക്കണം.